ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി കാസർഗോഡ് നീലേശ്വരത്ത് നടന്നുവരുന്ന എംബാങ്ക് നിർമ്മാണം ഒഴിവാക്കി സമഗ്രമായ ആകാശപാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സർക്കാരിന് അടിയന്തര റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു. പൊതുമരാമത്ത് വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ഉൾപ്പെടെ റിപ്പോർട്ട് നൽകി. നീലേശ്വരം നെടുങ്കണ്ട മുതൽ പോലീസ് സ്റ്റേഷൻ വരെ ആകാശപാത ആവശ്യപ്പെട്ട് കഴിഞ്ഞ 2 മാസമായി ജനകീയ സമരം നടന്നുവരികയാണ്. ദേശീയപാത വികസന ഭാഗമായി നീലേശ്വരം മാർക്കറ്റ് ജംഗ്ഷനിൽ നടത്തിവരുന്ന മണ്ണ് തിട്ടപ്പെടുത്തിയുള്ള എംബാങ്കഡ് നിർമ്മാണ രീതി ഒഴിവാക്കി ആകാശപാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി, റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി, ലാൻഡ് റവന്യൂ കമ്മീഷണർ എന്നിവർക്കാണ് ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ അടിയന്തര റിപ്പോർട്ട് സമർപ്പിച്ചത്. നീലേശ്വരം നഗരത്തെ 2ആയി വിഭജിക്കുന്ന ദേശീയപാത വികസനത്തിനെതിരെ ജനകീയ സമരങ്ങൾ ഉയർന്നുവന്ന സാഹചര്യത്തിൽ നഗരം നേരിടുന്ന ദുരിതങ്ങൾ സംബന്ധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി വിദഗ്ധ സമിതി ജില്ലാ കലക്ടർക്ക് സമർപ്പിച്ചിരുന്നു. നിലവിലെ രൂപരേഖ പ്രകാരം മാർക്കറ്റ് ജംഗ്ഷനിൽ വൻതോതിൽ മണ്ണ് നിറച്ചുള്ള നിർമ്മാണമാണ് പുരോഗമിക്കുന്നത്. ഇത് പൂർത്തിയായാൽ നീലേശ്വരം നഗരവികസനം, വ്യാപാര മേഖല എന്നിവയ്ക്ക് വലിയ തിരിച്ചടിയാകുമെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. നീലേശ്വരം ടൗൺ 2ആയിട്ട് വിഭജിക്കുകയും ഇപ്പോൾ അവിടെ ആക്ച്വലി സർവീസ് റോഡിന് തീരെ വീതിയില്ല. ഇപ്പോൾ ഫുള്ളായിട്ട് ട്രാഫിക് ഇഷ്യൂസ് വരുമെന്നാണ് പ്രധാനമായിട്ട് നമുക്ക് വന്നത്. മുനിസിപ്പൽ ഏരിയയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് അങ്ങനെ വരുമ്പോഴത്തേക്ക് നാച്ചുറലി ഒരു വലിയൊരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവും. ട്രാഫിക്കിൻ്റെ ഒരു വെഹിക്കിൾസിൻ്റെ നമ്പറിൻ്റെ വെച്ചിട്ട് ഒരുപാട് ഒരു ട്രാഫിക് ഇഷ്യൂസ് കൂടുതലായിട്ട് പ്രധാനമായിട്ട് അവിടെ ഉണ്ടാവും. അതൊക്കെ കാണിച്ചുകൊണ്ടാണ് വിശദമായിട്ടുള്ളൊരു റിപ്പോർട്ട് നമ്മൾ കൊടുത്തത്. എന്തായാലും അവിടെ ഒരു ഫ്ലൈ ഓവർ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും എല്ലാവർക്കും നല്ലൊരു രീതിക്കാണ് വരാമെന്നുള്ള രീതിക്കാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ട് ഗവൺമെൻറ്റിലോട്ട് കൊടുത്തിട്ടുള്ളത്. ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ 60 ദിവസത്തിലധികമായി ജനകീയ സമരങ്ങൾ നീലേശ്വരത്ത് നടന്നു വരികയാണ്. എംബാങ്കഡ് നിർമ്മാണം പൂർണ്ണമായും ഒഴിവാക്കി തൂണുകളിൽ അധിഷ്ഠിതമായ ഫ്ലൈ ഓവർ നിർമ്മിക്കാൻ ദേശീയപാത അതോറിറ്റിക്ക് അടിയന്തര നിർദ്ദേശം നൽകണമെന്നത് കാസർഗോഡ് ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിലെ പ്രധാന ആവശ്യമാണ്. ദേശീയപാതയിൽ നീലേശ്വരം പുഴക്കു കുറുകെയുള്ള പാലം അപകടാവസ്ഥയിലെന്നും ജില്ലാ കലക്ടറുടെ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. കാലവർഷം തുടങ്ങാനിരിക്കെ പൊതുജനങ്ങളുടെ സുരക്ഷയും യാത്രാ സൗകര്യവും ഉറപ്പാക്കാൻ സർക്കാർ തലത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്നും റിപ്പോർട്ടിലൂടെ ആവശ്യപ്പെടുന്നു. അമൃത ന്യൂസ്, കാസർഗോഡ്.